വെള്ളം കാണുമ്പോൾ ചാടി നടക്കുന്ന മണിച്ചിത്രത്താഴിലെ കാട്ടുപറമ്പൻ ഉത്സവപ്പറമ്പുകളിലേക്ക് എത്തിയപ്പോൾ തിങ്ങി നിറഞ്ഞ ജനം കയ്യടിയോടെ എതിരേറ്റു. കാട്ടുപറമ്പൻ മാത്രമല്ല, പഞ്ചാബി ഹൗസിലെ രമണനും ചട്ടമ്പിനാടിലെ ദശമൂലം ദാമുവും കൺകെട്ടിലെ കീലേരി അച്ചുവും ആടിലെ ഷാജിപ്പാപ്പനുമൊക്കെ ഉത്സവപ്പറമ്പുകളിലേക്ക് തനത് മാനറിസങ്ങളോടെ എത്തിയപ്പോൾ ആ വരവ് മറ്റൊരു ഉത്സവമായി. കുതിരവട്ടം പപ്പുവും മാമൂക്കോയയും സുരാജ് വെഞ്ഞാറമൂടും ജയസൂര്യയുമെല്ലാം അഭ്രപാളികളിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ഉത്സവപ്പറമ്പുകളിലേക്ക് ഇറങ്ങിയപ്പോൾ അത് വേറിട്ടൊരു അനുഭവമായി. 10 അടി ഉയരമുള്ള ആജാനുബാഹുക്കളായാണ് ഈ കഥാപാത്രങ്ങൾ ഉത്സവങ്ങളിൽ നിറഞ്ഞാടുന്നത്. ഉത്സവങ്ങളിലെ ആനയും വാദ്യവും പോലെ ജനത്തിൻ്റെ ആകർഷണമായി മാറിയിരിക്കുകയാണ് ഈ കഥാപാത്രങ്ങൾ. ഗുരുവായൂരിനടുത്ത് പേരകം സൗപർണിക കലാലയമാണ് ഉത്സവങ്ങളിൽ പുതിയ ട്രെൻഡ് പരീക്ഷിച്ചിട്ടുള്ളത്. ഫൈബറിൽ നിർമ്മിച്ച് ധരിക്കാനാവുന്ന വിധമാണ് ഈ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ദശമൂലം ദാമുവിനെ ഉത്സവപ്പറമ്പിൽ വെച്ച് കണ്ടപ്പോൾ ചിരിയടക്കാനായില്ലെന്ന് സുരാജ് വെഞ്ഞാറമൂട് സൗപർണികയുടെ ഉടമ രാജേഷിനെ ഫോൺ വിളിച്ചു പറഞ്ഞത് തങ്ങൾക്ക് ലഭിച്ച വലിയ അംഗീകാരമായാണ് ഈ കലാകാരന്മാർ കരുതുന്നത്. മാർച്ച് 1 സുരാജിൻ്റെ നാട്ടിലെ പൂരത്തിന് സൗപർണികയുടെ 5 കഥാപാത്രങ്ങളെയും ബുക്ക് ചെയ്തിട്ടുമുണ്ട്. രമണനെ രാജീവ് പേരകവും, ദശമൂലം ദാമുവിനെ ഭാസ്കരൻ ഞമനെങ്ങാടും, ഷാജിപ്പാപ്പനെ ബൈജു വെങ്കിടങ്ങും, കീലേരി അച്ചുവിനെ രഞ്ജിത്ത് പേരകവും, കാട്ടുപറമ്പനെ ചന്ദ്രൻ ആലുംപടിയുമാണ് അവതരിപ്പിക്കുന്നത്. ഉത്സവങ്ങളിൽ 25 വർഷത്തോളമായി നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു വരുന്ന സംഘമാണ് പേരകം സൗപർണിക. പ്രധാന ശില്പികളായ രാജേഷിൻ്റെയും കുരഞ്ഞിയൂർ വിനീത് കണ്ണൻ്റെയും നേതൃത്വത്തിൽ 2 മാസത്തിനുള്ളിലാണ് മലയാളത്തിലെ പ്രധാന കൊമേഡിയന്മാരെ ഉത്സവപ്പറമ്പുകളിലേക്കായി ഒരുക്കിയത്. കഥാപാത്രങ്ങൾക്കൊപ്പം അവരുടെ സൂപ്പർ ഹിറ്റ് ഡയലോഗുകളും അകമ്പടിയായി അവതരിപ്പിക്കുമ്പോൾ ഉത്സവപ്പറമ്പുകളിൽ ചിരിയുടെ മറ്റൊരു ഉത്സവം തന്നെ തീർക്കുന്നുണ്ട് ഈ കലാകാരന്മാർ.